എൻ്റെ വർക്ക് കൾച്ചർ വെച്ചിട്ട് എനിക്ക് പാരലൽ വേറെ സംഭവം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടൈം അത്രയും പോകും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ശരിക്കും വലിയൊരു തെറ്റായിരുന്നു, മണ്ടത്തരായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യരുത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടുമാറി നിന്ന് ബാംഗ്ലൂർ പോകണവർ ഒരു പുതിയ ലോകം കണ്ട പോലെയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇത്രയും കാശ് കുറെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ലേൺഡ് ഇറ്റ് ഹാർഡ് വേ. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വർക്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീലാൻസ് വർക്കും ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റവന്യൂ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ചൊക്കെ സേവ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. ആ ടൈമിലാണ് 2019-20 ടൈമിൽ കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്സൊക്കെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം ഓൾമോസ്റ്റ് ഞാൻ വെറുതെ ഇരുന്നായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് വേണമല്ലോ, കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാശ് വേണം. പക്ഷേ ആ സംഭവം നമ്മുടെ കയ്യിലില്ല. അപ്പോഴാണ് മനസ്സിലായത് ഒരു എമർജൻസി ഫണ്ട് എന്തായാലും ഉണ്ടാക്കി വെക്കണം, നമ്മളിനി ചെയ്ത് തുടങ്ങണം. നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ കാശ് ഇറക്കണം. ട്രേഡിംഗ് എന്ന് പറയുന്നത് കാശ് പോവും വരും. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കി വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ കീ. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഗുണം കറക്റ്റ് കിട്ടും. അപ്പോൾ എൻ്റെ പേര് ഡെൽറോയ് ജോഷൻ എന്നാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, സീനിയർ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട്. ഇപ്പോൾ 4 വർഷത്തോളമായിട്ട് IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഡെൽറോയ് നവംബർ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. ഡെൽറോയ്ക്ക് ഒരു ക്ലിയർ പിക്ചർ ഇല്ലായിരുന്നു എങ്ങനെയാണ് എക്സ്പെൻസ് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യേണ്ടത്, മീറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊന്നും. അപ്പം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെർക്യാപ്പിലേക്ക് ജോയിൻ ചെയ്തത്. നാട്ടിലാണ് ചെയ്തത്. ഡിഗ്രി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള അങ്കമാലിയിൽ, അതിനുശേഷം KSID എന്ന് പറയുന്ന കോളേജുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ, അവിടെ IT ഇൻറ്റിഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഡിസൈനിങ് ചെയ്തു. മൊത്തം ഒരു 7 വർഷത്തിന് മേലെയായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂർ തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചാൾ നാട്ടിലുണ്ടായിരുന്നു ഫ്രീലാൻസിങ് പരിപാടിയായിട്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് ബാംഗ്ലൂരോട്ട് തന്നെ മാറി. ബാംഗ്ലൂർ നല്ല എക്സ്പെൻസാണ് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ എക്സ്പെക്ട് ചെയ്യണ പോലെ അല്ല. അതായത് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ചിലവുകൾ കാര്യങ്ങൾ കയറി വരും. സ്റ്റാർട്ടിങ് ഫ്രം റെൻറ്റ് തന്നെ ചില സമയത്ത് ഒരുപാട് കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കൂടുതലാണ്. കാരണം സാധാരണ ഇപ്പോൾ ഒരു 7,000-8,000 നിന്നിരുന്ന സ്ഥലം ഓൾമോസ്റ്റ് 15,000-16,000 രൂപയാണ് ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതല്ലാണ്ട് പിന്നെ ഫുഡ്, ട്രാവൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്പെൻസ് നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ് അവിടെ. ഇനീഷ്യലി പറ്റിയിരുന്ന ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു കിടാവുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുറേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ പിന്നെ ആലോചിച്ചത് ഒരു പാസീവ് ഇൻകം എന്തായാലും ജനറേറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കി. അത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. ആദ്യം അതിൻ്റെ അകത്ത് കുറേ കാശൊക്കെ കൊണ്ടേ ഇട്ടു. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ കാശ് ഇടണം, ഇത്ര ടൈം പീരീഡ് കഴിയുമ്പോൾ അത് കൂടും, അപ്പോൾ നമുക്ക് എടുക്കാം, അങ്ങനെയായിരുന്നു. പക്ഷേ കുറേ കാശ് അങ്ങനെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലാക്കി അതായത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു കാര്യം ചെയ്യാം, നേരെ പഠിക്കാം. യൂട്യൂബ് നോക്കി പഠിക്കാൻ നോക്കി. ആദ്യം 1-2 വെബിനാറുകൾ സാധനങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി. പക്ഷേ അതിൽ നിന്നൊന്നും കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ലെവല് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ച് എവിടെയെങ്കിലും ചേരാം. അങ്ങനെ തപ്പി വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ പെർക്യാപ്പിൻ്റെ ഒരു ആഡ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു പെർക്യാപ്പിനെ കുറിച്ച്. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചെന്നാൽ ചേരാം, ട്രയൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെർക്യാപ്പ് ഒരു ഓഫർ വന്നു. അതായത് വെച്ചാൽ ഫസ്റ്റത്തെ ഒരു വീക്ക് അറ്റൻഡ് ചെയ്ത് നോക്കി, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി, എനിക്ക് ഓക്കെ ആയിരുന്നു, എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ വന്ന് ചേരണത്. ഡെൽറോയ് ബേസിക്കലി ഒരു ഡിസൈനറാണ്. ഒരു ബിസി ഫോർമാറ്റിലുള്ള ഒരാളാണ് ഡെൽറോയ് എന്ന് പറയുന്നത്. ബട്ട് ഡെൽറോയ് എല്ലാ ക്ലാസ്സുകളും ഓൺലൈനായിട്ടാണ് മോസ്റ്റ് പ്രോബബ്ലി ചെയ്യാറുള്ളത്. ബട്ട് എറൗണ്ട് 2 ക്ലാസ്സുകൾ റെക്കോർഡിങ്സ് ആണ് കണ്ടത്. റെക്കോർഡിങ്സ് കണ്ടതിന് ശേഷം കറക്റ്റായിട്ട് അസൈൻമെൻറ്റ്സ് എനിക്ക് ഷെയർ ചെയ്യും, ഞാനത് വാലിഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു ട്രാക്ക് റെക്കോർഡ് നിലനിർത്തുന്നുണ്ടായിരുന്നു. ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിരുന്നു. പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി ഹാപ്പി ആവും. ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മുടെ അന്നത്തെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിരിക്കണം, അടിച്ചു പൊളിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ആ സാലറി തീർന്നു കിട്ടി. അപ്പോൾ അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളതല്ല, നമ്മൾ കിട്ടുന്ന മണി എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ് കാര്യം. അതായത് ഞാൻ റിയലൈസ് ചെയ്തൊരു മെയിനായിട്ട് വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരുപാട് കുറവ് സാലറി കിട്ടുന്നവർ വളരെ മനോഹരമായിട്ട് ഇത് മാനേജ് ചെയ്തൊരു ഫാമിലീനെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഇത്രയധികം കാശ് കിട്ടിയിട്ട് വരെ നമുക്ക് എവിടെ നിന്ന് കാശ് പോണേ, എങ്ങനെയാണ് വരണേ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇനീഷ്യലി നമ്മൾ വന്ന ടൈമിൽ, ജോലി കിട്ടിയ ടൈമിൽ. പിന്നീടാണ് മനസ്സിലാക്കി തുടങ്ങിയത് അതായത് ഓക്കെ ഇങ്ങനെയൊക്കെ എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നീഡും വാണ്ടും എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ നീഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും വേണ്ട സാധനമാണ്, അത്യാവശ്യമുള്ള സാധനമാണ്.
പിന്നെ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് എന്തായാലും വാണ്ടുണ്ടാവും, നമുക്ക് അത് വേണം ഇത് വേണം എന്നുള്ളത്. അപ്പോൾ അത് മീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലറി കിട്ടിയോണ്ട് മാത്രമാവില്ല, നമുക്ക് എന്തായാലും ഒരു പാസീവ് ഇൻകം വേണം. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാനാണ് പിന്നെ ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ പല സാധനങ്ങളും നോക്കി. പിന്നെ അങ്ങനെ നോക്കി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വർക്ക് കൾച്ചർ വെച്ചിട്ട് എനിക്ക് പാരലൽ വേറെ സംഭവം ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടൈം അത്രയും പോവും. അപ്പോൾ എന്ത് വിചാരിച്ചു ഞാൻ ബേസിക്കലി ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേക്ക് ദി മണി വർക്ക് ഫോർ യു എന്ന രീതിയിൽ നമുക്ക് കാശ് ഉണ്ടാക്കാം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് പിന്നെ എത്തിപ്പെട്ടത്. അങ്ങനെ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻഷുറൻസിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ് എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടണതിൻ്റെ ആ ഒരു ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ടൈമിലാണ്. അപ്പം അന്ന് നമുക്ക് സ്റ്റേഫൻ്റെ ആയിട്ട് കിട്ടുന്നത് ഭയങ്കര കുറവ് എമൗണ്ട്, അറൗണ്ട് ലൈക്ക് 20K ആ ഒരു അത്രേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ കിട്ടും, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ചിലവ് നോക്കും, ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ. അപ്പം അന്നും നമ്മൾ കാശ് സേവ് ചെയ്തിരുന്നില്ല. അപ്പോൾ അന്ന് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, മൂക്കിനൊരു ഓപ്പറേഷൻ്റെ ഒരു അത്യാവശ്യം വന്നു. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു 30-35 റുപ്യ ഒറ്റടി കെട്ടേണ്ടി വന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ആലോചിച്ചത്. അന്ന് പക്ഷേ നമ്മുടെ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യേണ്ട പ്രായമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20K വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എമൗണ്ട് കയ്യിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആ കാശ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത് ഫാമിലി മാനേജ് ചെയ്തു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മണി മാനേജ്മെന്റ് പഠിക്കണം, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ. പിന്നെ പിന്നീട് ഓവർ ദി പീരീഡ് ഓഫ് ടൈം പിന്നെ നമ്മളിങ്ങനെ കാര്യങ്ങൾ പഠിച്ച് വന്നു. കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ എനിക്ക് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇപ്പം ഇവിടെ ചേർന്നതിന് ശേഷം നമുക്ക് കാര്യം മനസ്സിലായി, അത് നമ്മൾ ഇത്ര നാൾ ചെയ്തിരുന്ന മിസ്റ്റേക്കുകൾ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇത് ടാക്സ് പിടിക്കുമല്ലോ നമ്മുടെ സാലറിയിൽ നിന്ന്. അപ്പോൾ ഈ ടാക്സിൻ്റെ നമ്മുടെ സാലറി സ്ലാബ് പെട്ടെന്ന് മാറിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ടാക്സ് പിടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഓരോ ഇൻഷുറൻസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പോയിട്ട് എടുത്തു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ശരിക്കും വലിയൊരു തെറ്റായിരുന്നു, മണ്ടത്തരായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് കട്ട് ചെയ്ത് പോവും, അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുന്നുള്ളൂ. പക്ഷേ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഇൻഷുറൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രത്യേകിച്ച് വലിയൊരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിലോ സ്റ്റോക്കിലോ ഇടുന്ന പോലത്തെ അതിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ച് കിട്ടില്ല, റിട്ടേൺസ് അത്രയും നമുക്ക് കിട്ടില്ല. അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു റിഗ്രഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്, ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യരുത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. അത് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേർന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഞാൻ സ്പെസിഫിക്കലി പറയില്ല വെച്ചെങ്കിൽ LIC പോലത്തെ കുറേ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. പക്ഷെ അത് എന്താണ് ശരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രിക്ക് എന്താണ്, ട്രാപ്പ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ പെർക്കാപ്പിൽ വന്നതിന് ശേഷം ക്ലാസ്സുകൾ ചേർന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്, ശരിക്കും അതിലത്തെ ഗെയിം എന്താണെന്നുള്ളത് മനസ്സിലായത്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വേണ്ടിയിരുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനത് റിയലൈസ് ചെയ്ത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ വർക്കിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ഫ്രീലാൻസ് വർക്കും ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല റവന്യൂ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ചൊക്കെ സേവ് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോയിരുന്നു. ആ ടൈമിലാണ് 2019-20 ടൈമിൽ കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി എൻ്റെ ക്ലയൻസിൻ്റെ ബിസിനസ്സൊക്കെ ഡൗൺ ആയിപ്പോയി. സോ ഇവഞ്ച്വലി അത് എന്നെയും എഫക്ട് ചെയ്തു. അങ്ങനെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയും ഇല്ല, ബിസിനസ്സും ഇല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസത്തോളം ഓൾമോസ്റ്റ് ഞാൻ വെറുതെ ഇരുന്നായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാശ് വേണമല്ലോ, കാര്യങ്ങൾ നടക്കണം, കാശ് വേണം. പക്ഷേ ആ സംഭവം നമ്മുടെ കയ്യിലില്ല. അപ്പോഴാണ് മനസ്സിലായത് ഒരു എമർജൻസി ഫണ്ട് എന്തായാലും ഉണ്ടാക്കി വെക്കണം. കാരണം ഇപ്പോൾ ജോലി ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3 തൊട്ട് ഒരു 6 മാസം വരെ പിടിച്ച് നിൽക്കാനുള്ള ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായിട്ടും വേണം. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പല ആൾക്കാരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. കാരണം സാലറി കിട്ടുന്നു, അടിച്ചു പൊളിക്കുന്നു, കഴിയുന്നു, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് ഭാവിയിലേക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണോ, എമർജൻസി ഫണ്ട് വേണോ, ഇതൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ടൈമിലായിരുന്നു എനിക്ക് ജോലി ഇല്ലാണ്ടിരുന്നിരുന്നത്. അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കുറച്ച് കമ്പനീസ് നല്ല അഡ്വാൻറ്റേജ് എടുത്തു. അതായത് എനിക്ക് നല്ല പാക്കേജ് കിട്ടുമായിരുന്നു. പക്ഷേ കൊറോണയുടെ ടൈം ആയതുകൊണ്ടും നമ്മൾ ആവശ്യക്കാരനായതുകൊണ്ടും അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാവുന്ന പാക്കേജിൻ്റെ ഓൾമോസ്റ്റ് പകുതിക്ക് അവരൊന്ന് ഓഫർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കത് എടുക്കേണ്ടി വന്നു, വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ അതേസമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കിനെ കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യായിരുന്നു. അതിനനുസരിച്ച് നല്ലോണം ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൽ തന്നെ റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അത് വലിയൊരു അടിയായി പോയി. പക്ഷെ നമ്മൾ അതിൽ നിന്ന് കാര്യം പഠിച്ചു.
ഇനി അടുത്ത തവണ ഇങ്ങനെ ഒരു പാൻഡമിക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാം. സത്യം പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാനേജ്മെന്റ് ഉണ്ട്, അതില്ല എന്നല്ല, പക്ഷെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആണ് ചെയ്യുന്നത്. പക്ഷെ ആ രീതി ശരിയാവാൻ തെറ്റാവാം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി എങ്ങനെയാണ് മണി മാനേജ്മെന്റ് ചെയ്യേണ്ടത്, അതായത് നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യണം. അതാണ് ഫസ്റ്റത്തെ കാര്യം ഞാൻ പഠിച്ചു. ഇപ്പോൾ ചിലർ പറയും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഗുണം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു ടൈമിൽ ഗോൾഡിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. പക്ഷെ അതേസമയം നമ്മൾ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ നല്ലോണം ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണി കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കയറാം. ഫോർ എക്സാമ്പിൾ കൊറോണയുടെ ടൈമിൽ, ആ ടൈമിൽ ഏറ്റവും കൂടുതൽ വില കൂടിപ്പോയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽസും ഗോൾഡ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ വില അതുപോലെ തന്നെ കുറയുകയും ചെയ്തു. പക്ഷേ അതേസമയം റിയൽ എസ്റ്റേറ്റിലും മറ്റേലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള മണി മാനേജ്മെന്റ് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആക്ച്വലി പറയാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു കഥയാണ് സംഭവം. ഇപ്പോൾ ഞാൻ ഇരിക്കണം എൻ്റെ വീടും പറമ്പും വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നുള്ള കാശിൽ നിന്നാണ്. എൻ്റെ അപ്പം വാങ്ങിച്ചിട്ടുള്ളത് അത് വെച്ചാൽ ഒരുപാട് വർഷം മുന്നേ നമ്മൾ ഫോൺ വിളിച്ച് സ്റ്റോക്ക് പറഞ്ഞ് അങ്ങനെ ചെയ്തിരുന്നത്. റാൻബാക്സി കമ്പനിയിലാണ് പുള്ളി വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാശിലാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കുറച്ച് നഷ്ടം കാര്യങ്ങൾ വന്നു. അപ്പം അതിനുശേഷം പിന്നെ പുള്ളി അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതായത് ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ വിരൽത്തുമ്പിൽ ഈ സാധനം ചെയ്യാൻ പറ്റുന്നുള്ളത് പുള്ളി ഇപ്പോൾ കുറച്ച് നാൾ മുമ്പാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്ക് അതിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. കാരണം ഇപ്പോൾ പുള്ളി റിട്ടയർ ആയി, പുള്ളിക്ക് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് കാലത്ത് പറഞ്ഞു കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയ കാശിന്, അതായത് അന്ന് ഒരു 30-35 വർഷം മുന്നേ 10,000 റുപ്യ സ്റ്റോക്ക് വാങ്ങിച്ച സാധനം അന്ന് അതിനുശേഷം 7 വർഷം കഴിഞ്ഞപ്പോൾ എത്രയാണ് 4 ലക്ഷത്തി സംതിങ് അങ്ങോട്ടായി. അപ്പോൾ ആ കാശ് കൊണ്ട് അന്ന് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ പറയുമ്പോൾ ഇത് അറിയണ ആൾക്കാരായിരുന്നു, ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചൊരു ഐഡിയ ഇപ്പം ഇങ്ങനെ നടക്കണമെന്നുള്ള അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, പ്രത്യേകിച്ച് അപ്പന്. പിന്നെ അനിയനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ അവനോട് പറയുന്നത്, അന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല. നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോഴും PG പഠിക്കുന്ന ടൈമിലൊന്നും നമുക്ക് ചെറിയ കയ്യിൽ കാശ്, ഞാൻ ഫ്രീലാൻസ് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ കാശ് വരുമ്പോൾ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അന്ന് SIP തുടങ്ങായിരുന്നു. ഇതൊന്നും നമുക്ക് അന്ന് പറഞ്ഞു തരാൻ ആൾക്കാരില്ല. അതിനെക്കുറിച്ചുള്ള കറക്റ്റ് അതിനെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ അനിയനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് നീ ഇപ്പോഴേ ഇങ്ങനെ ചെറിയൊരു 500 രൂപ ഒരു മിനിമം ഒരു SIP സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കാശ് ഇപ്പോഴേ ഇപ്പോൾ ഞാനിപ്പോൾ അവന് പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 500 എടുത്തിടുക. അപ്പോൾ അത് ഭാവിയിലേക്ക് അവനത് ഗുണം ചെയ്യുന്നുള്ളത് ഇപ്പം അത് അവനറിയാം. അപ്പം അത് അവൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കാമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് ഡെൽറോയിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് മുതലേ നല്ലൊരു ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ലൊരു സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. ഞാൻ ട്രാക്ക് ചെയ്യുന്ന കറക്റ്റായിട്ട് ഓരോ അസൈൻമെൻറ്റ്സ് പുള്ളിയുടെ ട്രാക്ക് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ബിസി ഷെഡ്യൂൾ കൂടി. ബട്ട് ഒരു 1-2 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് അസൈൻമെൻറ്റ്സ് ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ എന്നോട് കണക്ട് ചെയ്ത് ഡൗട്ട്സുകൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ, അതായത് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞാലും മണി ഈസ് മണി. കാശ് വേണ്ട സ്ഥലത്ത് കാശ് തന്നെ വേണം. കാശ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പാസീവ്ലി ജനറേറ്റ് ചെയ്തേ പറ്റൂ. കാരണം നമ്മുടെ ബാക്കിയുള്ള ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. പിന്നെ ഒബ്വിയസ്ലി ഫിസിക്കൽ ഗോൾഡ്, അതിലും ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഇത് രണ്ടാണ് ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഗൂഗിൾ ആഡ്സ് എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ കേട്ടു എവിടെന്നോ 1-2 കൂട്ടുകാർ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാധനത്തിനെ കുറിച്ച് സെർച്ച് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ കണ്ടിന്യൂസ് ആഡുകൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഓരോന്ന് കാണുമ്പോഴും നമ്മൾ നോക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമല്ല, എന്നാൽ കുറച്ച് ആൾക്കാരുള്ളത്, പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാർ. അതായത് ബ്ലഫ് ചെയ്യാണ്ട്, അതായത് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ഇത്ര കാശ് നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമായിരുന്നു, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഇത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇത്ര ടൈമിനുള്ളിൽ പറ്റുന്നുള്ളത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയേണ്ടത് റിയാലിറ്റി ആയിരുന്നു. അതായത് നമ്മൾ കാശിടും, അതിന്മേൽ ചെയ്യണം, ഇപ്പോൾ ചെയ്ത് പഠിക്കണം, കാശ് പോവും, പിന്നെ കാശ് വരും. അപ്പോൾ അങ്ങനെ ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അതായത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിഖിൽ സാറിനെ കുറിച്ചും അതുപോലെ തന്നെ റിൻഷാദ് സാറിനെ കുറിച്ചൊക്കെ ഞാൻ അറിയാവുന്നിടത്തോളൊക്കെ റിസർച്ച് ചെയ്ത് അങ്ങനെ മനസ്സിലായി, ഓക്കെ ഇത് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. കാരണം
ബേസിക്കലി ഞാൻ വെച്ചാൽ രണ്ടുപേരും സ്റ്റോക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല, വേറെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും, അതിനെക്കുറിച്ച് അറിയണോണ്ടായിരിക്കും അവർ തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതിൽ ചേരാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പെർ ക്യാപ്പിലേക്ക് ഞാൻ വന്നെത്തിയത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുന്നത് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് റെഡി ആവാണ്ടായപ്പോൾ, കാരണം കൊറോണ വന്നപ്പോൾ എൻ്റെ ക്ലയൻസിനെ അത് ബാധിച്ചു, ഇവഞ്ചലി അത് എന്നെ ബാധിച്ചു. ആ ടൈമിലാണ് ഞാനത് ആലോചിച്ച് തുടങ്ങുന്നത്. അത് കഴിയുന്നതോടുകൂടി തന്നെ എൻ്റെ മാരേജ് ഫിക്സേഷൻ വന്നു. അപ്പോൾ കല്യാണം കൂടി വന്നപ്പോൾ പിന്നെ അതിൻ്റെ ചിലവ്. ആ ടൈമിൽ എനിക്ക് അറൗണ്ട് ഒരു 4 ലക്ഷം രൂപ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നു. കാരണം അന്ന് എൻ്റെ കയ്യിൽ അത്രയും കാശ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 4 ലക്ഷം കൂടി നമുക്ക് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ലക്ഷം നമുക്ക് ലോൺ എടുക്കേണ്ടി വന്നു കല്യാണം നടത്താനായിട്ട്. പിന്നീടാണ് ഞാൻ ആലോചിക്കുന്നത്, അതായത് ഒരു കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ 4 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യണത്. ഇത് ഞാൻ തന്നെ തിരിച്ചടയ്ക്കണം. അപ്പോൾ വേറൊരു പാസീവ് ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മണി മാനേജ്മെൻറ്റ് ഇതിന് മുന്നേ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ കല്യാണം കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം മുന്നാണ്. അപ്പോൾ അത്രയും ടൈം നമുക്ക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഒരു 25ാമത്തെ വയസ്സ് തൊട്ട് വർക്ക് ചെയ്യണത്, 24ാമത്തെ വയസ്സ് തൊട്ട്. അപ്പോൾ ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഇത് ശരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നമുക്ക് കിട്ടുന്ന സാലറിയുടെ പ്രശ്നമല്ല. അത് കിട്ടുന്ന എമൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് അത് നമ്മുടെ പ്രശ്നമായിരുന്നു. അത് നമ്മൾ അവിടെ നിന്നാണ് മനസ്സിലായത്, ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, മൾട്ടിപ്ലൈ ചെയ്യാനുള്ള വഴി നോക്കണം. അങ്ങനെയാണ് ഞാൻ അവിടെ തുടങ്ങുന്നത്. അറൗണ്ട് 8 അസൈൻമെൻറ്റ്സ് ആയിരുന്നു നമുക്കുള്ളത്. ഡെൽറോയ് അതിൽ 7 അസൈൻമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം മാത്രമാണ് മിസ്സിങ് ഉള്ളത്. അപ്പം അറൗണ്ട് 87.5% കംപ്ലീഷൻ റേറ്റ് ഡെൽറോയ്ക്കുണ്ട്. ആ ഒരു റിസൾട്ട് തന്നെ ഡെൽറോയുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡെൽറോയ് ഇപ്പം കൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ETF ചെയ്യുന്നുണ്ട്, റേറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പം ലോങ് ടൈമിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡെൽറോയ് ഇപ്പോഴേ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാസീവ് ഇൻകത്തിലൂടെ, നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിലൂടെ കറക്റ്റായിട്ട് റിസ്ക് ക്യാപിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാസീവ് ഇൻകം സ്വിംഗ് ട്രേഡിങ്ങിലൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയണ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഒരു തരത്തിൽ ഗുണം ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാം അല്ലെങ്കിൽ മിനിമം ഒരു 1.5-2 ഗ്രാം ഗോൾഡ്, ഫിസിക്കൽ ഗോൾഡായിട്ട് കോയിനായിട്ട് വാങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമുക്ക് പണിക്കൂലിയും പ്രിൻറ്റിങ് കോസ്റ്റ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. കറക്റ്റ് ആ സെയിം എമൗണ്ട് GST + GST ഇത്രയും കാശ് നമുക്ക് കിട്ടും. അപ്പോൾ ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിപ്പോൾ ആ ടൈമിൽ നമുക്ക് ഒരു 1.5-2 വർഷം നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, ഗോൾഡായിട്ട് ഇരിക്കുന്നുണ്ട്. അത് മാത്രമായിരുന്നു നമുക്ക് അറിയേണ്ടായിരുന്ന പ്രോപ്പർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ സ്റ്റോക്കിൽ ചെയ്യാം, SIP-ൽ ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ അതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീടാണ് അത് മനസ്സിലായത്. ഇവിടെ ചേർന്ന് ക്ലാസ്സുകൾ തുടങ്ങി, അതായത് എന്താ പറയുക, പേഴ്സണൽ ഫിനാൻസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോഴാണ് കൃത്യമായിട്ട് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായതും എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായത്. എല്ലാവർക്കും അറിയില്ല, കുറച്ച് പേർക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. അപ്പോൾ ഇപ്പം ഇതിനെക്കുറിച്ച് അറിയണമെന്ന് 2 പേരും ഇപ്പോൾ ചിലവർ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ചെയ്യണേ, ഇത് എനിക്ക് പഠിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം നമുക്കറിയണ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും, ഇങ്ങനെ പോലെയാണ്. പിന്നെ നമ്മൾ പറയും, അതായത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുക. അപ്പോൾ കൃത്യമായിട്ട് അവർ അതിനനുസരിച്ചിട്ട് പറഞ്ഞുതരും. അങ്ങനെ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് ഒരു ചൂതുകളിയാണ്. അതായത് കാശ് ഇടുക, കിട്ടി പോയി എന്നുള്ള രീതിയിലാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ കൃത്യമായിട്ടുള്ള അതിനെ അനലൈസ് ചെയ്ത് പഠിച്ച് ചെയ്യണവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് സത്യം. ബാംഗ്ലൂർ ജീവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു 50K ശമ്പളം കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15-20K മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാശും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ അത് ഓരോരുത്തരും എങ്ങനെ ചെയ്യണമെന്നുള്ളത് അവരുടെ ഇതാണ്. അതായത് ഇപ്പോൾ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങണവൻ ഇപ്പോൾ സാധാരണ ഒരു 10,000 രൂപ ഫ്ലാറ്റിൽ നിൽക്കുന്നവരുണ്ട്. അതേസമയം തന്നെ 50,000 രൂപ സാലറി കിട്ടുന്ന ആൾ 25,000 വരെ ഫ്ലാറ്റിൽ, നല്ല അടിപൊളി ഫ്ലാറ്റിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് വേണ്ടത്, നമ്മുടെ അടുത്ത ഗോൾ എന്താണ്, അതിലേക്കാണ് നമ്മൾ പോയിന്റ് ചെയ്യേണ്ടത് നമ്മുടെ കാര്യങ്ങൾ. അതല്ലാതെ നമുക്ക് ഇപ്പം എന്ത് ചെയ്യണം, ഇപ്പം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇപ്പം നമ്മളൊരു 25,000 രൂപ ഫ്ലാറ്റിൽ നിൽക്കുക, നമുക്ക് പിന്നീട് ഒരിക്കലും അതിൻ്റെ താഴോട്ട് പോകാൻ തോന്നില്ല. അപ്പം നമുക്ക് എല്ലാ മാസം 50,000 രൂപ സാലറി കിട്ടുന്നു. നാളെ പുതിയൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ 45,000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ്
പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആ ട്രാപ്പിലേക്ക് പോകാതിരിക്കുക എന്നുള്ള ഫസ്റ്റ്. ഇനി അങ്ങനെ പോകുന്നുണ്ട്, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാലറി അല്ലാണ്ട് പാസീവ് ഇൻകം ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്പെൻസസ് മുഴുവൻ പാസീവ് ഇൻകത്തിൽ നിന്ന് ചെയ്യാനുള്ള രീതിയിൽ കാര്യങ്ങൾ നിൽക്കുക. അതായത് ഇപ്പോൾ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഗോൾഡിലോ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ മാസം, അതായത് ഒരു 25K ആണ് നമ്മുടെ എക്സ്പെൻസ് വരണമെന്ന് വിചാരിക്കുക ഒരു മാസം ബാംഗ്ലൂർ. അപ്പോൾ അത്രയും കാശ് കംപ്ലീറ്റ് പാസീവ് ഇൻകത്തിൽ നിന്ന് ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് കിട്ടുന്ന സാലറി മുഴുവൻ നമുക്ക് സേവിങ്സിലേക്ക് പോകാം. അതായത് കാശ് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് നിർത്തി. ഞാൻ പിന്നെ ഒരു കാര്യം ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എഴുതി വയ്ക്കും ഓരോ ദിവസം എന്ത് ചിലവാകണം എന്നുള്ളത്. അതായത് നമ്മൾ ഒരു ദിവസത്തെ മൊത്തം ഇപ്പോൾ നമ്മൾ വെറുതെ ഗൂഗിൾ പേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര ചിലവാകുന്നു, എന്നിട്ട് ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം അതായത് നമ്മുടെ ഗ്രാഫ് മേലോട്ടാണ് പോകുന്നത് അടിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളത്. ഇനി അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ അത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെ നോക്കിയിട്ട് അത് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ എക്സ്പെൻസീവാണ്. അപ്പോൾ അതിലേക്കുള്ള വഴി എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. പക്ഷേ ഇതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവസാനമാകുമ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം മുന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു 1000 രൂപ 2000 രൂപയ്ക്ക് നമുക്ക് കടം വാങ്ങേണ്ട അവസ്ഥ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് എല്ലാ മാസം എല്ലാം കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 35-40K നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എടുക്കും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സാധനങ്ങൾ നമ്മൾ ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ നിഖിൽ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു ആദ്യം വന്നിരുന്ന ക്ലാസ്സുകൾ. അപ്പോൾ ആ ടൈമിൽ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഓൾറെഡി പ്രൊഫസറാണ്. അപ്പോൾ പുള്ളി പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക, ഏതൊരു ചെറിയ കുട്ടിക്കും വളരെ എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഡൗട്ടുകൾ കുറവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പ്രശ്നമില്ല. പക്ഷെ നമുക്ക് കൂടുതൽ ഇനി അടുത്തത് എന്തുണ്ടാവും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതിലെന്താണ് സംഭവിക്കാൻ പോണ, ഇതെങ്ങനെയായിരിക്കും എന്നുള്ള ആ ഡൗട്ടുകൾ, ഒബ്വിയസ്ലി ആ ഡൗട്ടുകൾ വരേണ്ടതാണ്, എന്നാലേ നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് വൈസ് എല്ലാം നല്ലതായിരുന്നു. അത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസ് ആണെങ്കിലും ട്രേഡിങ്ങിൻ്റെ ക്ലാസ് ആണെങ്കിലും സൈക്കോളജിയുടെ ക്ലാസ് ആണെങ്കിലും എല്ലാതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തീർച്ചയായും. കാരണം ഞാൻ ആദ്യം കാശ് ഇട്ടപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിന്തിക്കണ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തോട്ട് പോകും, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് മേലോട്ട് പോകും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ആക്ച്വലി ഇത് ഇവിടെയൊക്കെ ചേർന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാശ് എടുത്തിട്ട് BSEയിൽ ഇട്ടായിരുന്നു, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സ്റ്റോക്കിൻ്റെ അകത്ത് ഇട്ടായിരുന്നു. അപ്പോൾ അന്ന് അത് ഒരു 450-500 രൂപ വരെ അങ്ങനെ ഇടിഞ്ഞ് നിൽക്കുന്ന ടൈമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിട്ടിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചെറിയൊരു ലാഭത്തിന് ഞാൻ എടുത്തു. ഇന്ന് BSEയുടെ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ അറൗണ്ട് 5K ആണ് കിടക്കുന്നത്, 1 സ്റ്റോക്കിൻ്റെ ഇത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല, അതായത് ഇത് നമുക്ക് പറ്റി പണിയാണോ എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കുക. അതായത് നമ്മളിടുമ്പോൾ മാത്രം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇടിഞ്ഞു പോവുക, നമ്മളെടുക്കുമ്പോൾ അത് അപ്പം കയറുകയും ചെയ്യും. അപ്പോൾ ആ ടൈമിലൊക്കെ വെച്ചാൽ സംഭവം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു നോളജ് അതിനെക്കുറിച്ച് ഇല്ലാത്ത കാരണമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ട്, നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യണം, ഏത് രീതിയിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ എടുക്കണം, ഇന്ന കാര്യങ്ങൾ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത്. അതായത് നമ്മൾ എപ്പോഴും നോക്കണമെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ റിച്ച് ആവാനല്ല, വെൽത്തി ആവാനായിട്ട് ശ്രമിക്കേണ്ടത്. റിച്ചും വെൽത്തും നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണിക്കുന്ന സാധനങ്ങളാണ്. വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അത് പുറത്തേക്ക് കാണിക്കില്ല. പക്ഷേ അവരുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കും, റിയൽ എസ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കും, ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പല കാര്യത്തിലുണ്ടാവും. പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ കാണുന്ന ആൾക്കാരെന്ന് പറയാൻ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ അവർ കാണിക്കുന്ന ഹാഷ് ബോക്സ് സാധനങ്ങൾ കാണിക്കുമ്പോഴും നമുക്ക് തോന്നും ഓക്കെ നമ്മുടെ കയ്യിൽ കാശുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മാസം ഇന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം 19,000 60,000 രൂപ അല്ലെങ്കിൽ 70,000 രൂപ മാസം ശമ്പളം കിട്ടാണ് വീട്ടിലിരുന്നിട്ട് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വെൽത്തി ആവാൻ ശ്രമിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണമില്ല, നമുക്കും ഗുണമില്ല, അടുത്ത നമുക്ക് വരാൻ പോണ തലമുറയ്ക്കും ഗുണമില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത 1-2 തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പം നമുക്ക് കിട്ടാത്തൊരു സംഭവം നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ബേസിക്കലി മുമ്പത്തെ ഡെൽറോയ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു പൊളിക്കണം, ജീവിക്കണം, അത്ര ഒരു ഇതുള്ളൂ. അല്ലാതെ കൃത്യമായിട്ടൊരു ലക്ഷ്യബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ലക്ഷ്യബോധം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 1-2 കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ല. പക്ഷേ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് നമുക്ക് അതിലേക്ക് വേണ്ട മെയിൻ ഒരു സാധനം എന്ന് പറയുന്നത് കാശ് തന്നെയാണ്. സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ലാതെ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് കാശാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുറേ കാശ് ഉണ്ടാക്കി ജീവിച്ച് പോവുക എന്നുള്ളത് മാത്രമല്ല, ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിടുക. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സൈൻ ഈ ഭൂമിയിൽ വേണം. അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി ആൻ ആർട്ട്, ഇറ്റ് കുഡ് ബി എ കമ്പനി, ഇറ്റ് കുഡ് ബി സംതിങ്, ഇറ്റ് ഷുഡ് ബി സംതിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ
നമ്മളവിടെ ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം, പ്രത്യേകിച്ച് കാശുണ്ടാക്കണം ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ കാശ് ഉണ്ടാക്കിയിട്ടുള്ളവർ പറയും അതായത് കാശൊന്നല്ല ഒന്നും അതാണ്, പക്ഷെ കാശ് വേണ്ട സമയത്ത് കാശ് വേണം. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകണം. അതായത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ വേണ്ടത് അതിലേക്കുള്ള കാര്യങ്ങൾ നീക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു കേസ്, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യരുത് എന്താണെങ്കിലും, അത് എന്ത് സാധനമാണെങ്കിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കയ്യിൽ കുറേ കാശുണ്ടാവും, പക്ഷെ നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ 150 രൂപയ്ക്കും 200 രൂപയ്ക്കും 300 രൂപയ്ക്ക് അടിച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവർ മൈൻഡ് സെറ്റാണ്. അതായത് നമുക്ക് ഇന്നത്തെ കാര്യം നടക്കണം, കഴിഞ്ഞു, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാൾ ചിലപ്പോൾ അത്രയധികം കാശ് കയ്യിലുണ്ടാവില്ല, പക്ഷേ പുള്ളി അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1500-2000 രൂപയ്ക്ക് ആൾ അടിച്ചിടും. കാരണം പുള്ളിക്ക് അറിയാം ഇനി അത് ഓട്ടങ്ങൾ വരും, കാരണം ഒരുമിച്ച് അടിച്ചിടുന്നതാണ് എല്ലാം കൊണ്ട് ലാഭം എന്നുള്ളത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് വേണ്ടത് കാര്യം. അത് എന്ത് കാര്യമാണെങ്കിലും. ഇപ്പോൾ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ അവർ അധികം പണിയെടുക്കണ്ടാവില്ല. അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് കാശിനെ എങ്ങനെ മാനേജ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാർ വാങ്ങിച്ചു, നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ലോൺ എടുത്തിട്ട് എന്താ പറയുക 4 ലക്ഷം 5 ലക്ഷമൊക്കെ ലോൺ എടുത്തിട്ട് കാർ വാങ്ങും, എന്നിട്ട് അത് 7 ലക്ഷമൊക്കെ അടച്ച് അവസാനിപ്പിക്കും. കാശുള്ള ആൾക്കാർ എന്താ ചെയ്യണേ, അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലോൺ എടുക്കും. അവർ ലോൺ എടുത്തിട്ട് അവർ ആദ്യത്തെ മിനിമം അടയ്ക്കേണ്ട ഒരു EMI ഉണ്ടായിരിക്കും, മിനിമം 6 മാസം അടയ്ക്കും. ആ 6 മാസം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെന്നെങ്കിലും കാശ് റോൾ ചെയ്തിട്ട് ഒറ്റയടിക്ക് അടച്ചു തീർക്കും. അപ്പോൾ അവർക്ക് വരുന്ന ലാഭം എന്ന് പറയുന്നത് 2-3 ലക്ഷം രൂപ ഒറ്റയടിക്ക് ലാഭമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവരെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ അതിന് ലാഭം നോക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമല്ല, നമുക്ക് 4 ആളെ കാണിക്കണം, അല്ലെങ്കിൽ എന്തോ വലിയ സംഭവം എന്നുള്ളത് നമുക്ക് കാണിക്കണം. ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ കൂടുതലും ഇപ്പോഴത്തെ യൂത്തിനുള്ളതും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. പ്രത്യേകിച്ച് ബാംഗ്ലൂർക്ക് പോയി കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഒരുപാട് കാണാം. കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വിട്ടുമാറി നിന്ന് ബാംഗ്ലൂർ പോകണവർ ഒരു പുതിയ ലോകം കണ്ട പോലെയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, ഓക്കെ ഇത്രയും കാശ് കുറേ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ലേൺഡ് ഇറ്റ് ഹാർഡ് വേ. ഐദർ യു ക്യാൻ ലേൺ ഫ്രം മൈ മിസ്റ്റേക്സ് ഓർ യു ക്യാൻ ലേൺ ഇറ്റ് ഹാർഡ് വേ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മിസ്റ്റേക്സിൽ നിന്ന് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം, നമ്മൾ പറഞ്ഞു തരണം. ഒന്നെങ്കിൽ അത് കേൾക്കാം, അതിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ബുദ്ധിമുട്ടി പഠിക്കാം. ആ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ ഒരു വെൽത്തി മൈൻഡ് സെറ്റ്. മണി എങ്ങനെ മാനേജ് ചെയ്യണം, മേക്ക് ദി മണി വർക്ക് ഫോർ യു. അപ്പോൾ ഞാനത് ആക്ച്വലി അന്ന് ക്ലാസ്സിൽ ചേർന്ന ടൈമിൽ പറഞ്ഞിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഗോൾഡിലാണെന്ന് ഗോൾഡിൽ മാത്രം ചെയ്യാതെ ഗോൾഡിലും ഫാർമസ്യൂട്ടിക്കൽസിലും അതുപോലെ തന്നെ സിൽവറിലും അങ്ങനെ എല്ലാത്തിലും ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ നഷ്ടത്തിലായിരുന്നു, ബീങ് ഫ്രാങ്ക്. ഓക്കെ, നമ്മുടെയും നഷ്ടത്തിൽ തന്നെയായിരുന്നു പോർട്ട്ഫോളിയോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു നഷ്ടം ഉണ്ടായിരുന്നില്ല. ആസ് കമ്പയർഡ് ടു നിഫ്റ്റി നമ്മൾ ഓക്കെ ആയിരുന്നു. അത് നമ്മൾ ലോങ് ടൈമിലേക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് 10 ലാബ് പ്ലാറ്റ്ഫോംസ് ഒന്ന്, പിന്നെ മാൻ ഓൺ പിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അങ്ങനെ 2-3 സംഭവം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നല്ലോണം ഡ്രോപ്പ് ആയിരുന്നു. അപ്പോൾ നമുക്കതൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയ കാരണം നമ്മളത് അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ആവറേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കയറി തുടങ്ങിയപ്പോൾ നമുക്ക് ആ ആവറേജ് ചെയ്തും കൂടിയിട്ട് നമുക്ക് അതിന് ലാഭം കിട്ടിയിരുന്നു. കാരണം നമ്മൾ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ പോയിട്ട് ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്ട്, വലിയ പേരുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് കൃത്യമായിട്ട് അതിൻ്റെ ഫണ്ടമെന്റൽസ് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിങ്സ്, അതുപോലെ തന്നെ അവരുടെ ഷെയർ എങ്ങനെയാണ്, അവരുടെ റിസർവ് എത്രയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇന്ന സാധനത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അടുത്തൊരു 1-2 വർഷത്തേക്കല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ മിനിമം 5 to 10 years എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇപ്പോൾ അത് അടിയിലായിരിക്കും, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ഓക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു 5 വർഷം 10 വർഷം കഴിഞ്ഞിട്ട് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഒബ്വിയസ്ലി അത് എന്തായാലും ലാഭത്തിലായിരിക്കും. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ന്യൂ റെജീമിലാണ്. അപ്പം നമുക്കിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്തിരുന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാൾ മുമ്പ്, അതായത് നമുക്ക് കാണിക്കണമല്ലോ, നമുക്ക് ഇത്രയും എക്സ്പെൻസസ് ഉണ്ടെന്ന് ഗവൺമെൻറ്റിന് കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇന്ന കാര്യത്തിൽ എക്സ്പെൻസസ് വരുന്നുണ്ട്, റെൻറ്റിൻ്റെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു, അതായത് HRI. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ റെജിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അത്ര വലിയ ഡിഫറൻസ് കാണുന്നില്ല. വെച്ചാൽ ഇനിയിപ്പോൾ തിരിച്ചും ഓൾഡ് റെജിമിലേക്ക് മാറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് കാണിക്കണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് ഏൺ മണി അല്ലേ, അപ്പോൾ കിട്ടാനായിട്ടുള്ള നമ്മൾ വെറുതെ കുറേ ടാക്സ് പോയിക്കൊണ്ടിരിക്കുക ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക്. നമ്മൾ മറ്റേ ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ NPS, അങ്ങനെ പോസ്റ്റ് ഓഫീസ് ഫണ്ട്, അങ്ങനെ സംഭവത്തിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ
അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് എന്ന് പറയുന്ന സംഭവം ഇത് കിട്ടില്ല. ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾഡ് റെജിമിലായിരുന്നു. അപ്പോൾ ടാക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റാൻഡമായിട്ട് പോയിട്ട് കുറേ സംഭവത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അതിൽ നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതിന് ശേഷമാണ് മനസ്സിലായത് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തതിന് പകരം അതിൻ്റെ തന്നെ ഒരു പകുതി അല്ലെങ്കിൽ മുക്കാൽ എമൗണ്ട് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി റിട്ടേൺസ് ആണ് നമുക്ക് ഇവിടെ കിട്ടാന്നുള്ളത്. അപ്പോൾ അത് ആദ്യം അറിയേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് അത് പറഞ്ഞു തരാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ മാറ്റാൻ പറ്റണതൊക്കെ മാറ്റി. പക്ഷെ ചിലതൊക്കെ നമുക്ക് ചെയ്ത 10 വർഷത്തേക്കും 12 വർഷത്തേക്കുള്ള സംഭവമാണ്. അപ്പോൾ കൂളിംഗ് പീരീഡ് വരെ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റും. PMSൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ക്ലാസ്സിനേക്കാളും പഠിക്കണതിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ PMSൽ നിന്നാണ് മനസ്സിലാവുന്നത്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ ക്ലാസ്സിൽ വിട്ടുപോയിട്ടുള്ളോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസം പഠിക്കുമ്പോൾ ഓരോ പുതിയ പുതിയ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലിങ്. അപ്പോൾ ഇതൊക്കെ വെച്ചാൽ ഇപ്പം എനിക്കറിയാൻ കാര്യം, പക്ഷേ അന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം. അപ്പോൾ ഓരോ ദിവസം പിന്നെ വേറൊരു ഗുണം എന്നുള്ളത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ടാവും. അപ്പം നമ്മുടെയും കൂടി സംശയമാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ച സാധനം ഇപ്പോൾ ഓൾറെഡി ആൾക്കാർ ചോദിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ചിലർ വോളിയം എങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിക്കും, ചിലർ വേറെ ഇത് കറക്റ്റ് ബ്രേക്ക്ഔട്ട് ആണോ, ട്രെൻഡ് ലൈൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇറ്റ് മൈറ്റ് ബി എ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ, ബട്ട് അത് വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറിയാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാവാനായിട്ട് ഭയങ്കര ഒരു ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് PMSൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്ഡേറ്റഡ് ആയിരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ചാർട്ടിങ്ങിനകത്ത് സ്റ്റോക്കുകൾ വരും. അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് വരും. പക്ഷേ നമ്മുടെ എല്ലാ ക്രൈറ്റീരിയയും കൃത്യമായിട്ട് അത് മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ PMS അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 എണ്ണം വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 1-2 ആയിരിക്കും കൃത്യമായിട്ട് അത് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് രണ്ടിലും മാത്രം കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിലേക്ക് പുഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളെല്ലാ അതിൽ ചാർട്ടിങ്ങിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ PMSൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലാസ്സുകൾ എല്ലാതും ഒരു എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടിയായിരുന്നു. കാരണം വൈകിട്ടായിരുന്നു ക്ലാസ്സുകൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വർക്ക് കൾച്ചർ വെച്ചിട്ട് ഇപ്പോൾ രാവിലെ നമ്മളൊരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5:30-6 മണി വരെയാണ് നമ്മുടെ നോർമൽ ടൈം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലാസ്സുകൾ വരുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസ് വരുന്നത്. പക്ഷേ നമ്മുടെ ഒരു എല്ലാ ക്ലാസ്സുകളും 7 മണി, 7:30, 8 മണി ആ ടൈമിലായ കാരണം എല്ലാതും കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നമുക്ക് കൃത്യമായിട്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ അസൈൻമെൻറ്റ് ചെയ്യുമ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംശയം കൂടി വരും. അതായത് ഇതെന്തുകൊണ്ട് ഇത്, കാരണം ആ സംഭവം ശരിക്കും പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് പറയാനുള്ള സാധനം. പക്ഷെ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് ബിൽഡപ്പ് ആവേണ്ടത്. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതാണ് അടുത്തത് ഉണ്ടാകാൻ പോണത്, അടുത്തത് ഇന്ന കാര്യമാണ് പഠിപ്പിക്കാൻ പോണത്, അപ്പോൾ ഇതിങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് ഇപ്പം ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഇപ്പം പറഞ്ഞ പോലെ തന്നെ അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സംശയങ്ങൾ വരും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കി, നമുക്ക് ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി, നമ്മളിനി ചെയ്തു തുടങ്ങണം. നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കാശ് ഇറക്കണം. ട്രേഡിംഗ് എന്ന് പറയുന്നത് കാശ് പോവും വരും. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ വേറെ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ കീ. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഗുണം കറക്റ്റ് കിട്ടും. കാശ് ഇറക്കണം, എന്നാലേ നമുക്കത് പോവും. അങ്ങനെ തന്നെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു 10,000 റുപ്യ ഇട്ടു, 4 ദിവസം കഴിയുമ്പോൾ അത് 15,000, 20,000 ആയി കിട്ടുന്നല്ല. അപ്പം അങ്ങനെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതായത് ബേബി സ്റ്റെപ്സ് എടുത്തിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ കാശ് പോകും. അപ്പോൾ മനസ്സിലായി എവിടെയാണ് കാശ് പോയത്, എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു ഇഷ്യൂ പറ്റിയത്. അപ്പോൾ അത് അടുത്തതിൽ തിരുത്തുക. പിന്നെ അടുത്തതിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോന്ന് തിരുത്തി അങ്ങനെ തന്നെയാണ് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനീഷ്യലൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതായത് കാശ് ഇടുമ്പോൾ ഇത് പോവോ, അപ്പോൾ നഷ്ടത്തിലാവുമ്പോൾ ക്യാൻഡിൽ അടിയിലേക്ക് പോകുന്ന കാണുമ്പോൾ റെഡ് കളറൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയോ. പിന്നെ നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ ചോളമണ്ഡലം. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അത്രയും നാൾ വെയിറ്റ് ചെയ്തു. അത് അവസാനം ടാർഗറ്റ് ഹിറ്റായി. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലായി, അതായത് പേഷ്യൻസ് വേണം. കൃത്യമായിട്ട് ഏത് സ്റ്റോക്കാണ് എടുത്തേക്കണം അതിനെ റെഫർ ചെയ്യണം, പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി, എല്ലാ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യണം, ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് അഗ്രസീവ് എൻട്രി ഉണ്ടാവും. അപ്പോൾ അത് മേലേക്ക് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് തിരിച്ച് വരും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി, അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് അറിയുന്നത്. അത് അടിയിലേക്ക് വന്നോട്ടെ. അപ്പോൾ ബാക്കിയുള്ള എൻട്രി കൂടി പുഷ് ചെയ്യുക. റീടെസ്റ്റിൽ പോകുമ്പോൾ അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതിരിക്കാം, കാരണം അത് സ്റ്റോക്കിൻ്റെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റോപ്പ് ലോസ് വെക്കുക. നമുക്ക് ഒരു വിധം ഗ്രീഡി സൈക്കോളജി എന്ന് പറയുക, അതായത് നമ്മൾ അധികം ആർത്തി കാണിക്കരുത്. അതായത് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് എന്നുള്ള ഇതിൽ നിന്ന് തുടങ്ങി വരിക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് കൊണ്ടായിട്ട് 15% ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ 5%, 6% നമ്മൾ ഗോയിങ് ഫോർവേഡ് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ ഇന്ന സ്റ്റോക്ക് ഇത്ര ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അവിടെ ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, അവിടെ ഡെപ്ത് റാങ്കിങ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുമ്പോൾ നമുക്കറിയാം. പക്ഷേ ചില സ്റ്റോക്ക് നമുക്ക് മനസ്സിലാവും, ഓക്കെ
ഇത് ഇത്രയേ ഉള്ളൂ, അപ്പോൾ നമുക്കൊരു 4.5 അല്ലെങ്കിൽ 5 ഇത് വെക്കണം, ബാക്കിയുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും പറ്റും, ലോസ് ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. കാരണം നമ്മൾ ചെയ്യാണ്ട് കോൺഫിഡൻസ് ഒരിക്കലും ബിൽഡ് ആവില്ല. നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ് എന്ന് മാത്രമേ ഉള്ളൂ, അത് ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഓട്ടോമാറ്റിക് കോൺഫിഡൻസ് നമുക്ക് ബിൽഡായി വരും.